ഒരു വാക്ക് ഇതിനോട് കൂട്ടി വായിക്കേണ്ടത്. സാധാരണ സഹോദരന്മാരെ ചോദിക്കുന്ന ഒരു വിഷയമുണ്ട്, റബീഉൽ അവ്വൽ മാസത്തിൽ ഒരു 10 സ്വലാത്ത് ചൊല്ലിയ നല്ല കാര്യമായില്ലേ? അന്ന് സ്വലാത്തല്ലേ കൂടുതൽ വർദ്ധിപ്പിക്കുന്നത്? ഇല്ല, റബീഉൽ അവ്വൽ മാസത്തിൽ ഒരു ദിവസം തെരഞ്ഞെടുത്തുകൊണ്ട് ആ ദിവസത്തിൽ സ്വലാത്ത് ചൊല്ലിയാൽ ഒരു കാരണവശാലും അത് കൂലി കിട്ടുന്ന സ്വലാത്തായിരിക്കുകയില്ല. എന്തുകൊണ്ട്? സ്വലാത്ത് ചൊല്ലേണ്ടത് എപ്പോൾ, എങ്ങനെ, ഇത് റിസാലത്തിന്റെ കയ്യപ്പോടെ അഷ്റഫുൽ ഖൽഖ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ രീതിയിൽ സ്വലാത്തായാലേ സ്വലാത്തിന്റെ കൂലി കിട്ടൂ, അല്ലെങ്കിൽ സ്വലാത്ത് ശിക്ഷിക്കപ്പെടുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുള്ള പേരപ്പെട്ട സഹാബി ശരീനാണ്, പേരപ്പെട്ട സഹാബി വര്യനാണ്, അംഗീകരിക്കപ്പെട്ട പണ്ഡിതനാണ്, മുസ്ലിം ലോകത്ത് പാണ്ഡിത്യത്തിന്റെ പ്രതീകമാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ. അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്നുകൊണ്ട് ഒരു സഹോദരൻ തുമ്മാനിട വന്ന് തുമ്മുകയുണ്ടായി. എന്താ പറയാ, തുമ്പുകയുണ്ടായി. തുമ്മിയ ഉടനെ ആ സഹോദരൻ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പിടിച്ചില്ല, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ സഹിച്ചില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു ആ സഹോദരനോട് അപ്പം തന്നെ ചാരിച്ചു, നീ ചെയ്തത് തെറ്റ്, നീ ലൈസ ഹക്കദാ അല്ലമനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തുമ്മിയാൽ നീ പറഞ്ഞതുപോലെ പറയാനല്ല റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത്, അതുകൊണ്ട് നീ പറഞ്ഞത് ശരിയായില്ല. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, തുമ്മിയാൽ അങ്ങനെ പറയാനാണ് പഠിപ്പിച്ചത്. ഇവിടെ എന്താ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാക്ക് സ്വലാത്തിന്റെ പോരിശ് അറിയാത്തത് കൊണ്ടാണോ, സ്വലാത്ത് ചൊല്ലിയാൽ കൂലി കിട്ടുമെന്നറിയാത്തത് കൊണ്ടാണോ, സ്വലാത്ത് ചൊല്ലല് നല്ല കാര്യമാണെന്ന് അറിയാത്തത് കൊണ്ടാണോ, സ്വലാത്ത് ചൊല്ലല് മാത്രം പറഞ്ഞുകൂടാ, പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ സമയത്തും ചെയ്ത സമയത്തും എങ്ങനെ എന്ന് പറഞ്ഞത് അങ്ങനെയും അതുപോലെ ചെയ്തെങ്കിലേ അത് കൂലി കിട്ടുന്ന സ്വലാത്താവുള്ളൂ. അതുകൊണ്ടാണ് ഇബ്നു ഹജർ തങ്ങളോട് ബാങ്ക് വിളിക്കാൻ നേരത്ത് സ്വലാത്ത് ചൊല്ലുന്നുണ്ട് ഞങ്ങളുടെ നാട്ടില്. ഇപ്പോഴല്ല, ഏതാണ്ട് 8-ാം നൂറ്റാണ്ടിന്റെ കഥ പറയാ. 8-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിന്റെ കഥയാണത്. നമ്മുടെ പല പള്ളികളിലും ബാങ്ക് കൊടുക്കുന്ന സന്ദർഭത്തിൽ മുഅദ്ദിൻ സ്വലാത്ത് പറഞ്ഞിട്ട് ബാങ്ക് കൊടുക്കുന്നുണ്ടല്ലോ, എന്താണ് ഇതിന്റെ വിധിയെന്ന് അന്നത്തെ ഇമ്മത്തിനോട് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു പരിപാടി റസൂലുള്ളാഹിയിൽ നിന്ന് കേട്ടിട്ടില്ല, സഹാബാക്കളിൽ നിന്ന് കേട്ടിട്ടില്ല. അതുകൊണ്ടത് തടയപ്പെടേണ്ട വിധിയെത്താൻ ബാങ്ക് കൊടുക്കാൻ നേരത്ത് സ്വലാത്ത് പറയൽ. എന്താ ഇബ്നു ഹജർ തങ്ങൾക്ക് സ്വലാത്ത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ? പൂർവികന്മാരായ ഇമ്മത്തുകൾക്ക് സ്വലാത്ത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ? ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് ഒരു സ്വലാത്ത് ഏതായാലും അവൻ ചൊല്ലി അവന് കൂലി കിട്ടുമല്ലോ, 10 സ്വലാത്ത് വലിയ കൂലിയല്ലേ കിട്ടുക എന്ന് വെച്ചിട്ട് വെറുതെ വിടാമായിരുന്നില്ലേ? ഇല്ല, വിട്ടില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ പറഞ്ഞു, അങ്ങനെ പറയാൻ പറ്റില്ല, അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിട്ടില്ല. നമുക്ക് റസൂലുള്ളാഹി തങ്ങൾ ആ സമയത്ത് ചൊല്ലാൻ പഠിപ്പിച്ചത് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്നാണ്. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചിട്ടില്ല. അത് പറഞ്ഞാൽ അത് ബിദ്അത്ത് തന്നെയാണ്. കുല്ല ബിദ്അത്തിൻ ദലാല വ കുല്ല ദലാലത്തിൻ ഫിന്നാർ. സകല ബിദ്അത്തും ദലാലത്താണ്, സകല ദലാലത്തും നരകത്തിലാണ്. എന്താ സുഹൃത്തുക്കളെ പന്തികേട്? ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം ഇവിടെ ദീനിന്റെ പേരിൽ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊരു സുബ്ഹാനല്ലാഹ് ചൊല്ലലായാലും ശരി, ഒരു അൽഹംദുലില്ലാഹ് ചൊല്ലലായാലും ശരി, അത് റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലി തന്നതാണെങ്കിൽ അത് ആ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചൊല്ലണം. അല്ലാത്ത വാക്ക് ഉപയോഗിച്ചാൽ നമ്മളൊരു കാര്യം സമ്മതിക്കലായി പോവും. എന്താണ്? ഈ നല്ല കാര്യങ്ങൾ അന്നേ ഉണ്ടായിട്ട് റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ചു തന്നില്ല. നമ്മളെ ശൈഖുന പറഞ്ഞപ്പോഴാണ് നമുക്കിത് മനസ്സിലായത്. നബി തങ്ങൾ ഒളിപ്പിച്ചു വെക്കുകയാണ് ഉണ്ടായത്, നമ്മുടെ ശൈഖുനയാണ് അത് പുറത്തു കൊണ്ടുവന്നത് എന്ന് സമ്മതിക്കലായിരിക്കും അതുകൊണ്ട് നടക്കുന്ന കാര്യം. അതിന് റസൂലുള്ളാഹി തങ്ങൾ തടയിട്ടിട്ടുണ്ട്.